Welcome everyone. Shadow Broadcasting in the Free Path IAS program. Okay, so myself Sachin. So we last class discuss divisibility rule. Divisibility discuss divisibility of 2, divisibility of 3, 4, then 5, 6, 8, 9 and 10. So ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ആദ്യം എന്തായിരിക്കും കുറച്ച് ഈസി ആയിട്ടുള്ള ഡിവിസിബിലിറ്റി റൂളിലേക്കാണ് നമ്മൾ പോകുന്നത്. ലൈക്ക് ഇപ്പോൾ 2ലേക്ക് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് 0, 2, 4, 6 അല്ലെങ്കിൽ 8 ആണെങ്കിൽ ആ നമ്പർ 2 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. 3ലേക്ക് വന്നാൽ സം ഓഫ് ഡിജിറ്റ്സ് സം 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് 3 വെച്ച് ഡിവിസിബിൾ ആണ്. 4 ആണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് ഏതിന് നമ്പർ തന്നതിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കുക, അത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 4 വെച്ച് ഡിവിസിബിൾ ആണ്. 5ൻ്റെയും പ്രത്യേകത ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അത് 0 അല്ലെങ്കിൽ 5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ 5 വെച്ച് ഡിവിസിബിൾ ആണ്. ഇനി 6ന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ ബോത്ത് 2 and 3 then the number is divisible by 6. അല്ലേ, 2 വെച്ചും 3 വെച്ചും ഡിവിസിബിൾ ആയിരിക്കണം ഒരു നമ്പർ 6 വെച്ച് ഡിവിസിബിൾ ആക്കാൻ. അല്ലേ, ദെൻ നമ്മൾ 8 പറഞ്ഞു. 4ന് നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റ് ആയിരുന്നു എടുത്തത്. അപ്പോൾ 8ലേക്ക് വരുമ്പോൾ ലാസ്റ്റ് 3 ഡിജിറ്റ് എടുക്കണം. ലാസ്റ്റ് 3 ഡിജിറ്റ് 8 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 8. അല്ലേ, ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9. 3യെ പോലെ തന്നെ സം ഓഫ് ഡിജിറ്റ്സ് 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. സം ഓഫ് ഡിജിറ്റ് എന്തായിരിക്കണം? 9ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9. ആൻഡ് ലാസ്റ്റ് 10 ആണ്. 10ൻ്റെ പ്രത്യേകത ഒന്നുമില്ല, പ്രത്യേകിച്ച് ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. ഓക്കെ, ഒരു നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ അത് 10 വെച്ച് ഡിവിസിബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? യെസ്, വി ആർ ഗോയിങ് ഫോർ 7. 7ന് 2 മെത്തേഡാണുള്ളത്. ഓക്കെ, നമ്മൾ 2 മെത്തേഡും ഡിസ്കസ് ചെയ്യും. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുക എക്സാമിനൊക്കെ പോകുന്ന ടൈമിൽ സെക്കൻഡ് മെത്തേഡാണ് ഏറ്റവും ഈസി. ഓക്കെ, അതേ നമ്മൾ യൂസ് ചെയ്യാവൂ ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് കുറച്ച് ലെങ്തി മെത്തേഡാണ്. ഓക്കെ, ഫസ്റ്റ് മെത്തേഡിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നമ്പർ എടുക്കുന്നു. ഓക്കെ, വി ആർ ഗോയിങ് വിത്ത് ഡിവിസിബിലിറ്റി റൂൾ ഫോർ 7. ഞാനിപ്പോൾ ഇവിടെ സ്ലൈഡിലുള്ള പോലെ തന്നെ ഞാൻ 798 എടുത്തു. ഓക്കെ, എന്നിട്ട് ഈ 798ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക 8. ഇതിനെ എന്ത് ചെയ്യണം? ഡബിൾ ചെയ്യണം. ലാസ്റ്റ് ഡിജിറ്റിനെ ഡബിൾ ചെയ്തു. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു? 798 എടുത്തു, അതിലെ ലാസ്റ്റ് ഡിജിറ്റിനെ ഞാൻ എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 16 കിട്ടും. ഈ കിട്ടിയ വാല്യൂ ബാക്കിയുള്ള നമ്പർ നോക്കുക. അപ്പോൾ നമ്മളിവിടെ 8 എടുത്തു, 8 പോയി അല്ലേ. 798 ആയിരുന്നു നമ്മുടെ നമ്പർ. അതിൽ നിന്ന് ഞാൻ എന്തെടുത്തു? 8 എടുത്തു. 8നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, 16 കിട്ടി. അപ്പോൾ 8 കളഞ്ഞു, ബാക്കി ഏതുണ്ട്? 79. ആ 79ൽ നിന്ന് എന്ത് ചെയ്യണം? ഈ 16 അങ്ങ് കുറയ്ക്കണം. സോ 16 എന്ത് ചെയ്തു? ഞാൻ അങ്ങ് കുറച്ചു. അപ്പോൾ എനിക്കൊരു ആൻസർ കിട്ടും. നമുക്ക് നോക്കിയാൽ ഇവിടെ നിന്ന് കിട്ടും 63. ഈ കിട്ടിയ നമ്പർ 7ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക. ഓക്കെ, ആ കിട്ടിയ നമ്പർ 7ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 7. സോ ഇവിടെ 63 7ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലേ, ബിക്കോസ് 63 ഈസ് 7 into 9. അപ്പോൾ എനിക്ക് എന്ത് പറയാം? യെസ്, ദ ഗിവൺ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എന്ത്? 7. അതുകൊണ്ട് 798 എന്തായിരിക്കും? യെസ്, 798 ഈസ് ഡിവിസിബിൾ ബൈ എന്ത്? 7. ഓക്കെ, 798 7 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ നമ്പർ 798 ആയിരുന്നു. അതിലെ യൂണിറ്റ് ഡിജിറ്റ് എടുക്കുക, ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ്. ആ യൂണിറ്റ് ഡിജിറ്റിനെ ഞാൻ എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു അല്ലേ. യൂണിറ്റ് ഡിജിറ്റിനെ ഞാൻ ഡബിൾ ചെയ്തു. 8 into 2 16 കിട്ടി. ഇനി ഈ 16 എന്തിന്ന് കുറയ്ക്കണം? ബാക്കി വരുന്ന നമ്പർ 8 എടുത്ത് കഴിഞ്ഞു, അപ്പോൾ 8 പോയി. ബാക്കി വരുന്ന നമ്പർ എനിക്ക് 79 79. അതിൽ നിന്ന് ഞാൻ ആരെ കുറയ്ക്കണം? ഈ 8 into 2 16 കുറയ്ക്കണം. സോ 17 minus 16. 17 minus 16 എന്ത് കിട്ടി? 63. ഇനി ഈ കിട്ടിയ ആൻസർ 7ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. 7ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ യെസ്, ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 7 എന്ന് കിട്ടും. ഓക്കെ, ഇതിപ്പോൾ ഒരു 3 ഡിജിറ്റ് ആയതുകൊണ്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടിയില്ല അല്ലേ. നമുക്കിനി ഒരു 4 ഡിജിറ്റ് അല്ലെങ്കിൽ ഒരു 5 ഡിജിറ്റ് നമ്പറിലേക്ക് പോകാം. ഓക്കെ, ലെറ്റ്സ് സീ. ദ നമ്പർ ഈസ് 4584009. ഇത് ഞാൻ 7 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഈ നമ്പർ ഞാൻ എങ്ങനെ ചെക്ക് ചെയ്യും? ആദ്യം ഞാൻ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുന്നു. ലാസ്റ്റ് ഡിജിറ്റ് 9. സോ 9 into 2. 9 എടുത്തു, അതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, എനിക്ക് 18 കിട്ടി. ഓക്കെ, 18 എന്ത് ചെയ്യണം? ബാക്കി വരുന്ന ഡിജിറ്റ് നിന്ന് കുറയ്ക്കണം. ബാക്കി വരുന്ന ഡിജിറ്റ് ഏതാ? 45840. ഇതിൽ നിന്ന് ആരെ കുറയ്ക്കണം? 18 സബ്ട്രാക്ട് ചെയ്യണം.
ഇതിൽ നിന്ന് 18 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 4, 5, 8, 2, 2 എന്ന് കിട്ടും. 2, 2 എന്ന് കിട്ടി. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്, വീണ്ടും ഒരു 5 ഡിജിറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഇപ്പം ചെയ്ത സ്റ്റെപ്പ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. എന്ത് ചെയ്തു? ഈ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എടുത്തു. ലാസ്റ്റ് ഡിജിറ്റ് 2 ആയിരുന്നല്ലോ. എന്ത് ചെയ്തു? ഞാൻ 2നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, എനിക്ക് 4 കിട്ടി. ആ 4 ബാക്കി വരുന്ന നമ്പറിൽ നിന്ന് കുറയ്ക്കുക. 4, 5, 8, 2, അതിൽ നിന്ന് എന്ത് കുറച്ചു? 4 കുറച്ചു. അപ്പം എനിക്ക് എന്ത് കിട്ടും? 4, 5, 7, 8 എന്ന് കിട്ടി. എന്ത് കിട്ടി? 4, 5, 7, 8. ഇനി അടുത്തത് വീണ്ടും ഇപ്പം ചെയ്ത പ്രൊസീജിയർ എന്ത് ചെയ്തു? ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, സോ നമ്പർ ഏതായിരുന്നു? 4, 5, 7, 8. ലാസ്റ്റ് ഡിജിറ്റ് 8 ആണ്. സോ 4, 5, 7, 8 ആണ് കിട്ടിയത്. ലാസ്റ്റ് ഡിജിറ്റ് 8. 8നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, 16 കിട്ടി. ഈ 16 ആരിൽ നിന്ന് കുറയ്ക്കണം? യെസ്, 4, 5, 7ൽ നിന്ന് 16 കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 441 എന്ന് കിട്ടും. 441. ഇനിയും വീണ്ടും 3 ഡിജിറ്റ് ആണ്. വീണ്ടും ഞാൻ അതിനെ റിപ്പീറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് ഡിജിറ്റ് 1 അല്ലേ? 1നെ എന്ത് ചെയ്തു? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. യു വിൽ ബി ഗെറ്റിംഗ് 2. ആ 2 ബാക്കി വരുന്ന നമ്പർ 44 ആണ്. 44ൽ നിന്ന് 2 കുറച്ചു, 42 കിട്ടി. 42, യെസ്, 42 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7. 7, 6 are 42 അല്ലേ? 7, 6 are 42. അതുകൊണ്ട് എനിക്ക് പറയാം എന്താണ്? ഈ ഒരു നമ്പർ 7 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. സോ ഈ പ്രൊസീജിയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പ്രൊസീജിയർ വലിയ നമ്പർ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതിലിപ്പോൾ നമ്മൾ സാധാ ഡിവിഷൻ ചെയ്താൽ മതി അല്ലേ? വലിയ നമ്പർ ആണെങ്കിൽ നമ്മൾ സാധാ ഡിവിഷൻ ചെയ്താൽ മതി അല്ലേ? അതാണ് ഈ മെത്തേഡ് 1ൻ്റെ കുഴപ്പം. ചെറിയ നമ്പർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെരിഫൈ ചെയ്യാം. പക്ഷേ നമ്പർ വലുതാകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? നമുക്ക് ഈ കാൽക്കുലേഷൻ കൂടിക്കൊണ്ടേയിരിക്കും. കാരണം ഒരേ മെത്തേഡ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു അല്ലേ? ആദ്യം 9 എടുത്തു, 9നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അതിനെ ബാക്കിയിൽ നിന്ന് കുറച്ചു, 45840. അപ്പം നമുക്ക് വീണ്ടും ഒരു 5 ഡിജിറ്റ് നമ്പറാണ് കിട്ടിയത് അല്ലേ? ഈ 5 ഡിജിറ്റ് നമ്പറിനെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തു. അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 എടുത്തു, വീണ്ടും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, 4 കിട്ടി. നമ്മൾ 4 സബ്ട്രാക്ട് ചെയ്തു, വീണ്ടും ഒരു 4 ഡിജിറ്റ് കിട്ടി. അങ്ങനെ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്ത് ആൻസർ കിട്ടും നമുക്ക്. ഇതാണ് 4ൻ്റെ ഒരു ഡിവിസിബിലിറ്റി ടെസ്റ്റ്. 4ൻ്റെ ഒരു ഡിവിസിബിലിറ്റി ടെസ്റ്റ്. ഇനി നമ്മൾ ഉപയോഗിക്കേണ്ട ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഏതാണെന്ന് നോക്കാം. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഏത് സമയത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ചിലപ്പോൾ ഇത് മറന്നു പോകും, നമ്മൾ മെത്തേഡ് 2 മറന്നു പോകും ചിലപ്പോൾ. അപ്പോൾ നമുക്ക് മെത്തേഡ് 1 എങ്കിലും യൂസ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ നോർമൽ ഡിവിഷൻ ചെയ്താലും മതി. ഇനി നമുക്ക് എങ്ങനെയാണ് മെത്തേഡ് 2ലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മൾ മുമ്പേ എടുത്ത നമ്പർ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ 39809 എടുത്തു. 39809. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ തന്നിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ദാറ്റ് ഈസ് 1, -2, -3, -1, 2, 3. ഈ ഓർഡർ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, 1, -2, -3, -1, 2, 3. കാരണം മാക്സിമം ഇത് ഞാൻ 6 എണ്ണേ കൊടുത്തിട്ടുള്ളൂ. എന്തുകൊണ്ട് 6ൽ ഞാൻ നിർത്തി? മാക്സിമം എക്സാമിന് ചോദിക്കുന്നത് 6 ഡിജിറ്റ് ആയിരിക്കും. 6 ഒന്നും അങ്ങനെ ചോദിക്കില്ലെന്നേ. മാക്സിമം ഒരു 5 ഡിജിറ്റ് വരെയൊക്കെ ചോദിക്കുള്ളൂ മാക്സിമം. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് 6 ഡിജിറ്റ് ഉണ്ട്. ഇവിടുത്തെ ഈ നമ്പറിനെ ഇവിടുത്തെ ഈ ഡിജിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടുത്തെ ആദ്യത്തെ നമ്പർ 3 ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? 3 × 1 ചെയ്തു. ഇവിടുത്തെ രണ്ടാമത്തെ നമ്പർ 9 ആണ്. അതിനെ ഇവിടുത്തെ രണ്ടാമത്തെ നമ്പർ ദാറ്റ് ഈസ് -2 അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ 8 ആണ്. ഇവിടുത്തെ അടുത്തത് -3. സോ 8 × -3. 0 × -1. 9 × 2. ഓക്കെ, എന്ത് ചെയ്യണം? ഇവിടുത്തെ ഫസ്റ്റ് നമ്പറിനെ ഇവിടുത്തെ ഫസ്റ്റ് നമ്മുടെ ആ ഒരു പാറ്റേണിലെ ഫസ്റ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, നമ്മൾ ലെഫ്റ്റിൽ നിന്ന് എടുത്താൽ മതി. പാറ്റേൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ സെക്കൻഡ് നമ്പർ 9 ആണ്. അതിന് ഇവിടുത്തെ സെക്കൻഡ് നമ്പർ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടുത്തെ സെക്കൻഡ് നമ്പർ 8, തേർഡ് നമ്പർ 8 ആണ്. അത് നമ്മൾ -3 കൊണ്ട് 8നെ മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ 0നെ നമ്മൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ നമുക്കുള്ളത് 9നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 5 നമ്പർ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇതിനെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. ഇതിനെല്ലാം എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, ഇതിനെല്ലാം നമുക്കൊന്ന് ആഡ് ചെയ്താലോ? 3 1s are 3 plus 9 × -2 -18, 8 × -2 -24, 0 + 18 വരും അല്ലേ? ഇനി നമുക്കിവിടെ നോക്കാം എന്ത് കിട്ടുമെന്ന്. 18
ആൻഡ് -18 ക്യാൻസൽ ആയിപ്പോയി അല്ലേ. 18 - 18 0. പിന്നെ നമുക്കുള്ളത് 3 + -24 എന്ത് കിട്ടും? -21. യെസ്, -21 എന്താണ്? -21നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? -21 is divisible by 7 because what is -21? -21 is nothing but it is -3 into 7 അല്ലേ? -3 into 7. സോ എന്താണ്? ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7. മൾട്ടിപ്പിൾ നെഗറ്റീവ് നമ്പർ ആകാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. നമ്പർ എപ്പോഴും പോസിറ്റീവ് തന്നെ ആയിരിക്കണമെന്നില്ലല്ലോ. നമ്മൾ പ്രൈം നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഈവൻ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഈവൻ നമ്പർ നെഗറ്റീവ് നമ്പറും ഈവൻ ആണ്. -4 എടുത്താൽ എന്താണ്? അതും ഈവൻ നമ്പർ ആണ് അല്ലേ. സിമിലർലി -21 കിട്ടി അല്ലേ. -21 എന്താണ്? ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 7 അല്ലേ. ഇതെന്താണ്? 7 വെച്ച് ഡിവിസിബിൾ ആണ്. സോ യെസ്, ദ ആൻസർ ഈസ് യെസ്, 39809 ഈസ് ഡിവിസിബിൾ ബൈ 7. സോ ഇത് നോക്കി, നമുക്ക് അധികം കാൽക്കുലേഷൻ ഒന്നും ഇല്ല അല്ലേ. ഇത് ഞാനിപ്പോൾ എഴുതിയെന്നേ ഉള്ളൂ, ഇതിപ്പോൾ എഴുതേണ്ട ആവശ്യമൊന്നും ഇല്ല. നമുക്കല്ലാതെ നോർമലി മൈൻഡിൽ എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. യെസ്, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പേ ചെയ്ത 4 5 8 4 0 9. ഓക്കെ, ഇതിനകത്തിൽ നമ്മുടെ പാറ്റേൺ ഓർത്ത് വെക്കണം. 1 -2 -3 -1 2 3. ഈ പാറ്റേൺ ഓർത്ത് വെക്കുക. ഓക്കെ, 1 -2 -3 -1 2 3. ഇനി എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ ഓരോ നമ്പറും ഓർഡറിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 1 4 × 1 4, 5 × -2 -10, 8 × -3 -24, 4 × -1 -4, 0 × 2 0, 9 × 3 27. ഇനി ഇതിലെല്ലാം കൂടെ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കൊന്ന് കൂട്ടി നോക്കിയാലോ. നോക്കിയാൽ +4ഉം -4ഉം അല്ലേ, ക്യാൻസൽ ആയിപ്പോ. 4 - 4 0. ഇനി ഇവിടെ -10 -24, രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ നോർമലി അങ്ങ് ആഡ് ചെയ്യുക. 24നെ 10ൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. 24ൻ്റെ കൂടെ 10 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 34 കിട്ടും. ഇവിടുത്തെ രണ്ട് നമ്പറും നെഗറ്റീവ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് സൈൻ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, എന്ത് അറ്റാച്ച് ചെയ്യണം? നെഗറ്റീവ് സൈൻ അറ്റാച്ച് ചെയ്യണം. സോ -34 പ്ലസ് ഇവിടെ 0, ഇവിടെ +27 എന്ന് കിട്ടും അല്ലേ, +27. സോ ഇനി ഇതിന് എന്ത് ചെയ്യുക? -34 + 27, ആൻസർ ഈസ് -7. -7 ഡിവിസിബിൾ ബൈ 7 ആണ് അല്ലേ. ബിക്കോസ് -7നെ എനിക്ക് എന്ത് ചെയ്യാം? -1 × 7 എന്ന് എഴുതാം. -1 × 7 എന്ന് എഴുതാം. സോ നോക്കിയേ, ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ എന്ത് കിട്ടും? 7 കിട്ടും. നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെയും ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ടു? ഇത്രയും സ്റ്റെപ്സ് എഴുതി അല്ലേ, ഇത്രയും സ്റ്റെപ്പ് എഴുതിയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്തത്. പക്ഷേ നമ്മളിപ്പോൾ നോക്കിയേ, ഇപ്പം നമുക്ക് ഒരു 2 ലൈനിൽ ആൻസറായി അല്ലേ, 2 ലൈനിൽ ആൻസറായി. പക്ഷേ ഈ ഒരു പാറ്റേൺ അറിഞ്ഞിരിക്കുക. 1 -2 -3 -1 2 3. ആ പാറ്റേണിനെ എന്ത് ചെയ്യുക? നമ്പർ ഓർഡറിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഓർഡറിൽ മൾട്ടിപ്ലൈ ചെയ്യൂ. മൾട്ടിപ്ലൈ ചെയ്ത ശേഷം അതിനെ ആഡ് ചെയ്യണം. 4 × 1 4, 5 × -2 -10, 8 × -3 -24, 4 × -1 -4, 0 തന്നെ, 9 × 3 27. ഇനി എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ഇവിടെ നോക്കുക, +4ഉം -4ഉം ഒരേ നമ്പർ, പക്ഷെ ഓപ്പോസിറ്റ് സൈൻ, അവർ ക്യാൻസൽ ആയി പോകും. പിന്നെ ബാക്കിയുള്ളത് നോക്കണം. -10 + -24 -34 കിട്ടി. സിമിലർലി ഉള്ള +27 ഉണ്ട്, ആഡ് ചെയ്തു. സോ -34 + 27, ആൻസർ ഈസ് -7. -7 ഈസ് -1 × 7 കിട്ടും. ഓക്കെ, സോ ഇതാണ് എന്ത്? 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ. ആരുടെ ഡിവിസിബിലിറ്റി റൂൾ? 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ എവരി വൺ. സോ നമ്മൾ എന്ത് ചെയ്യാവൂ? എക്സാമിന് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവൂ. ഇതൊന്നും ഓർമ്മയില്ല എങ്കിൽ 7 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുക. കാരണം എക്സാമിന് നമുക്കൊരു ചെറിയ പ്രഷറിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ നമ്പറൊക്കെ ഓർത്ത് വരുമോ എന്ന് തന്നെ നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് നോക്കുക. പക്ഷേ എല്ലാ ക്വസ്റ്റ്യനും ഡിവിഷൻ പോസിബിൾ ആണോ? അല്ല. നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ചെയ്യും. ഇന്ന് തന്നെ നമ്മൾ കുറച്ച് അടുത്ത വരും ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ മനസ്സിലാകും എല്ലാ കേസിലും നമുക്ക് ഡിവിഷൻ പോസിബിൾ അല്ല. ഓക്കെ, സോ ഇന്നത്തേക്ക് നമുക്ക് 7 കൊണ്ട് നിർത്താം. നെക്സ്റ്റ് ക്ലാസ്സിൽ വി വിൽ ഗോ വിത്ത് ഡിവിസിബിലിറ്റി ഓഫ് 11 and 13. Thank you all.